ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ഈ ക്യാരറ്റ് പുഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കുമ്മാനം നിസാമുദ്ദീൻ ഉസ്താദ് പെട്ടെന്ന് വീട്ടിൽ വരുമെന്ന് ഹാഫ് ആൻ അവറിൽ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതിന് വേണ്ടത് ക്യാരറ്റ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതിനുശേഷം അതിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം. മാഷാ അല്ലാഹ്, നല്ല സ്പീഡ് ഉണ്ടല്ലേ, എൻ്റെ കൈയല്ല ഫോണ്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തോട്ട് ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടായ ശേഷം നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ്, അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നല്ല വറുത്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വറുത്തെടുക്കാം. ക്യാരറ്റ് നല്ല രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം ഒരു പച്ചമണം മാറി എന്ന് തോന്നുമ്പോൾ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം ക്യാരറ്റിനെ. അപ്പോൾ നമുക്കിന്നൊരു സ്വലാത്തിൻ്റെ മഹത്വം പഠിക്കാം. സ്വലാത്തു ഫാത്തിമ, അല്ലാഹുമ്മ സൊല്ലി അലൻ നൂരി വ അഹ്ലിഹി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ നിത്യവും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന സ്വലാത്താണിത്. ഈ സ്വലാത്ത് എന്നും നിത്യവും 1000 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അധികം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദുആ ഉണ്ടല്ലേ, അത് പെട്ടെന്ന് സ്വീകരിക്കാൻ ഒരു കാരണവും ആയി കിട്ടും. ഈ സ്വലാത്തിനെ പതിവാക്കുന്നവർക്ക്, അതായത് ഒരു 1000 പ്രാവശ്യം ഡെയിലി പതിവാക്കുന്ന ആൾക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റും. ഗനാവിൽ, ഡ്രീമിൽ കാണാൻ പറ്റും. അപ്പോൾ ബാക്ക് ടു പുഡിംഗ്. 1/2 ലിറ്റർ പാലിന് നല്ല അരച്ചെടുക്കാം. പാടൊന്നുമില്ലാത്ത രീതിയിൽ അരച്ച് ഒരു പാനിലോട്ട് മാറ്റാം. എന്നിട്ട് 3 സ്പൂണ് കോൺഫ്ലോർ, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മധുരം ഇടാം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്, മിൽക്ക് മെയ്ഡും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര മിൽക്ക് മെയ്ഡും ഇടാം. ഈ കോൺഫ്ലോർ ഇട്ടിട്ട് പെട്ടെന്ന് അടുപ്പിൽ വെക്കാതിരിക്കുക. എന്താ പറഞ്ഞെങ്കിൽ നല്ല രീതിയിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നല്ല രീതിയിൽ അങ്ങ് മിക്സാക്കി, അടിയിൽ പിടിക്കാത്ത രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കാം. കുറച്ച് വെനില എസൻസ് അതിലിടാം, 2-3 ഡ്രോപ്പ് ഇടാം. എന്നിട്ട് നല്ല രീതിയിൽ കൈ വിടാതെ ഇളക്കിയെടുക്കുക. കോൺഫ്ലോർ അടിയിൽ പോയി പിടിക്കും. അപ്പോൾ ടേസ്റ്റിന് ഒരു നുള്ള് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നല്ല ഇതിൽ കാണുന്ന ആ രീതിക്ക് നല്ല ക്രീമി ടെക്സ്ചറായി വരുന്നവരെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഇത്ര ആയി കിട്ടിയാൽ മതി. ഇതിന് നമുക്ക് ഗ്യാസ് ഓഫാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ല ക്യാരറ്റ്, അതിനെ 1 സ്പൂൺ എടുത്ത് കട്ടയില്ലാതെ ഈ മിക്സിലോട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ
ശ്രദ്ധിക്കുക, ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ക്യാരറ്റ് അതിലോട്ട് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. ഇല്ലെങ്കിൽ അത് കളറ് ഫുള്ളും ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറിലേക്ക് മാറിപ്പോവും. നമുക്ക് ഈ രീതിക്ക് വേണം. എന്നിട്ട് നമുക്ക് നല്ല തണിയുന്നതിന് മുമ്പേ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ക്യാരറ്റിൻ്റെ കുറച്ച് എടുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിൽ അതിനെ ഇട്ടിട്ട് നീറ്റായിട്ട് കാണുന്ന മാതിരിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുക. നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർക്കുന്നത് നല്ലത്. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണിത്. ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റിലോട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് കാണാൻ ഭംഗിയുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതും ഇതിൽ ചേർക്കാറ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഇന്നൊരു പാത്രത്തിൽ ഇന്നൊരു പുഡിംഗ് ട്രേയിൽ മാറ്റി രണ്ടും നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നല്ല കട്ടാക്കിയിട്ട് സെർവ് ചെയ്യാം. നമുക്ക് ഈ പുഡിങ് രണ്ട് രീതിയിൽ ആക്കാൻ പറ്റും. ഒന്ന് പീസാക്കി മുറിച്ചെടുക്കുന്ന രീതിയിൽ, ഇന്നൊന്ന് ക്രീം മാതിരിയാക്കി കപ്പിലൊഴിച്ച് സെർവ് ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ മാതിരി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പീസാക്കി സെർവ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബി പോസിറ്റീവ് ആൻഡ് ബൈ ബൈ.